Hi dear friends, welcome to iPlus Training Solutions. അപ്പോൾ എൻ്റെ പേര് സന്ധ്യ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേറ്റിറ്റ് കാറ്റഗറി 3യുടെ 2025 ജനുവരിയിലാണ് കഴിഞ്ഞ എക്സാം നടന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. നമുക്കറിയാം 80 മാർക്കോളം ക്വസ്റ്റ്യൻസ് മാത്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാറ്റഗറി 3ക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ 80 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ ഇനി മുതൽ അടുത്ത എക്സാംസിലേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അതേപോലെ ആദ്യമായിട്ട് ഇപ്പോൾ തയ്യാറെടുക്കുന്നവരാണ്, ആദ്യമായിട്ട് ഇപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് കേറ്റിട്ട് 3ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നൊരു ഐഡിയയും കൂടി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്കിക്കേ. There were 101 participants in an examination. For a participant Priya, the number of participants who scored above her was 1.5 times the number who scored below. എങ്കിൽ അവളുടെ ഹെർ റാങ്ക് ഈസ്, അതായത് പറഞ്ഞിരിക്കുന്നത് 101 പാർട്ടിസിപ്പൻസ് പങ്കെടുത്ത ഒരു അതില് പ്രിയ ഇവിടെയാണ് നിൽക്കുന്നത്. പ്രിയയുടെ മുകളിൽ എത്ര പേരുണ്ട്? ഏകദേശം താഴെ ഇപ്പൊ എക്സ് ആണെങ്കിൽ താഴെയുള്ളതിന്റെ 1.5 ഡബിൾ എന്തുണ്ട്, 1.5 ടൈംസ് ആണ് എന്ത് മുകളിലുള്ള ആൾക്കാരെന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞിരിക്കുന്നത്? ദർ വെർ ടോട്ടൽ എത്രയാണ്? 101 പാർട്ടിസിപ്പൻസ് ഇൻ ആൻ എക്സാമിനേഷൻ ഫോർ എ പാർട്ടിസിപ്പന്റ് പ്രിയ. ഇതാണ് നമ്മുടെ പ്രിയ. ഓക്കെ, പ്രിയയ്ക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പന്റ് ഹൂ സ്കോർഡ് എബവ്, എന്താണ് അവളേക്കാൾ സ്കോർ ചെയ്തിരിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 1.5 ടൈംസ് എ നമ്പർ ഹൂ സ്കോർഡ് ബിലോ. അവളേക്കാൾ താഴെ സ്കോർ ചെയ്തിരിക്കുന്നവരുടെ 1.5 ടൈംസ് ആണ് അവളേക്കാൾ മുകളിലുള്ളവർ എന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പ്രിയയുടെ റാങ്ക് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണം? ഈ 101 അല്ലേ കിട്ടേണ്ടത്. അതായത് ഈ പറയുന്ന 1.5x അതേപോലെ താഴെ ഈ പ്രിയയും അതേപോലെ തന്നെ താഴെയുള്ള എത്ര പേരുണ്ട്? എക്സും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 101 കിട്ടണം. ഇതാണ് ആ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? 1.5xും എക്സും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.5x കിട്ടും. 2.5x plus 1 എന്ന് പറയുന്നതാണ് 101. അങ്ങനെയാണെങ്കിൽ 2.5x എന്ന് പറയുന്നത് 100 അല്ലേ? പ്ലസ് 1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -1 ആകും, അത് 100 ആയിട്ട് വരും. അപ്പോൾ x എന്ന് പറയുന്നത് 100 ഡിവൈഡ് ബൈ 2.5 എന്ന് വരും. നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് നമുക്ക് ഇൻറ്റു 10 മുകളിലും താഴെയും ചെയ്ത് ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യാം? പോയിന്റ് മാറ്റാം. അപ്പൊ എന്ത് വരും? 1000 ഡിവൈഡ് ബൈ 25 എന്ന് വരും. ഇവിടെ ആൻസർ എത്രയാണ്? നമുക്കറിയാം 25ഉം 100ൽ എത്ര വട്ടാണ്? 4 തവണയാണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 40 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് എക്സ് എന്താണെന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സ് അല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? എക്സ്. ഇതാണ് നമ്മുടെ പ്രിയയുടെ റാങ്ക്. നമുക്ക് പ്രിയയുടെ റാങ്ക് ആണ് വേണ്ടത്. അപ്പൊ താഴെ എക്സ് ആണെങ്കിൽ, താഴെ 40 പേരുണ്ടെങ്കിൽ പ്രിയ എത്രാമത്തെ ആയിരിക്കും? 41ാമത്തെ ആയിരിക്കും. 41ാമത്തെ ആളാണ് പ്രിയ. ഓക്കെ, ഇനി മുകളിൽ എത്ര പേരുണ്ടാകും? 40 ഇൻറ്റു 15 ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് മുകളിലത്തെ ആൾക്കാരുടെ 15 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 60 ആണ്. അതായത് പ്രിയ ഇവിടെയാണ് നിൽക്കുന്നത്. പ്രിയക്ക് മുകളിൽ 60 പേരുണ്ട്, പ്രിയക്ക് താഴെ 40 പേരുണ്ട്. ഇത് പ്രിയയുടെ റാങ്ക് ആണ്. ഇത് 1. അപ്പൊ എത്രയാ? 60 40 100 100 പ്ലസ് 1 101. ടോട്ടൽ എത്രയായി? 101 ആൾക്കാരായി. അപ്പൊ പ്രിയയുടെ റാങ്ക് ചോദിക്കുമ്പോഴേക്കും ആൻസർ ചെയ്താണ് ഓപ്ഷൻ എ ആണ്. നമ്മൾ നേരെ ഓപ്ഷൻ സിയിലേക്ക് മാർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും നമുക്ക്. കാര്യം അവിടെ എക്സ് കിട്ടുമ്പോഴേ നമ്മൾ നോക്കും ആൻസർ ഓപ്ഷനിലുണ്ട്. അതല്ല ചോദിച്ചിരിക്കുന്നത്, പ്രിയയുടെ റാങ്ക് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The length and breadth of a rectangle are in the ratio 2:1 and the length of 15 centimeter more than the breadth. What is the length of the rectangle? Rectangle length ആണ് നമുക്ക് വേണ്ടത്. Length and breadth of a rectangle are in the ratio 2:1. എന്താ പറഞ്ഞിരിക്കുന്നത്? ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അതായത് നമുക്ക് എങ്ങനെ എടുക്കാം? ലെങ്ത് എന്ന് പറയുന്നത് 2x ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് x ആക്കി എടുക്കാം.
ലെങ്ത് ഈസ് 15 സെന്റിമീറ്റർ മോർ ദാൻ ദ ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാൾ 15 സെന്റിമീറ്റർ കൂടുതലാണ്. അതാണ് ആ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. ലെങ്ത് ഈസ് 15 സെന്റിമീറ്റർ മോർ ദാൻ ദ ബ്രെഡ്ത്ത്. അപ്പൊ ഇവിടെ ലെങ്ത് എത്രയാണ്? 2x ആണ്. 2x ഈക്വൽ ടു ഇവിടെ എന്ത് വരും? എക്സ് പ്ലസ് 15 എന്ന് വന്നു. അതായത് 2x മൈനസ് എക്സ് ഈക്വൽ ടു 15 ആണ്. എക്സ് എന്ന് പറയുന്നത് 15 ആണ്. നേരെ ഇങ്ങോട്ടേക്ക് പോകുക, അതേ കിടക്കുന്നു 15. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ ആണ്, ബ്രെഡ്ത്ത് അല്ല. എക്സിന്റെ വാല്യൂ അല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബ്രെഡ്ത്ത് ഓഫ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ. ലെങ്ത് എത്രയായിരുന്നു? 2x. അതായത് 2 × 15. ആൻസർ എത്രയാണ്? 30. സോ ഓപ്ഷൻ ഡി 30 സെന്റിമീറ്റർ ആണ് ആ എന്താണ് റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ഓൺ ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് പി ആൻഡ് ക്യൂ. അതായത് 2 പോയിന്റ്സ് അവർ തന്നിട്ടുണ്ട്. പിയും ക്യൂവും 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ലൈൻ. ഇതാണ് നമ്മുടെ പി എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ക്യൂ എന്ന് പറയുന്നത്. ഇതെന്താണ്? പി എത്രയാണ്? 4, 2 ആണ്. ക്യൂ എന്ന് പറയുന്നത് 9, 7 ആണ്. തന്നിരിക്കുന്നതിൽ ഏതിനാണോ ഇതിന്റെ ഈ ഒരു ലൈനിന്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ഓൺ ദ ലൈൻ. അതായത് ഇവിടെ ഇങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഏതൊരു ലൈൻ എടുത്താലും എന്താണ് അതിന്റെ സ്ലോപ്പ്, ഈ ഒരു ലൈനിലെ ഏതൊരു പോയിന്റ്, ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു ക്യൂ ഒരു ആർ എടുത്തു, ഈ പി ക്യൂവിന്റെ സ്ലോപ്പ് തന്നെയായിരിക്കും ഈ പി ആറിന്റെ സ്ലോപ്പ്. ഇവിടെ നമ്മളൊരു എസ് എടുത്തു, ഈ പി ക്യൂവിന്റെ സ്ലോപ്പ് തന്നെയായിരിക്കും ഇവിടുത്തെ എസ് ക്യൂവിന്റെ സ്ലോപ്പ്. അതായത് ഒരു ലൈനിലെ ഏതൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താലും ആ ലൈനിന്റെ സ്ലോപ്പുകൾ എന്ന് പറയുന്നത് ഏത് 2 പോയിന്റ് എടുത്താലും സ്ലോപ്പുകൾ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? സ്ലോപ്പ് ഓഫ് പി ക്യൂ കണ്ടുപിടിക്കാം അല്ലെ. പി ക്യൂവിന്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 അല്ലെ. y കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് ഡിവൈഡ് ബൈ x കോർഡിനേറ്റിന്റെ ഡിഫറൻസ് ആണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം y2 ഇതാണ്, ഇത് x2, ഇത് y2, ഇതെന്താണ്? x1, ഇത് y1. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y2 മൈനസ് y1, അതായത് y2 എന്ന് പറയുന്നത് 7 മൈനസ് y1 എന്ന് പറയുന്നത് 2 ആണ്, ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. അപ്പോൾ ഇവിടെ എന്ത് വരും? 9 മൈനസ് 4 എന്ന് വരും. 7 മൈനസ് 2 5 ആണ്, 9 മൈനസ് 4 5 ആണ്. 5/5 എന്ന് പറയുന്നത് 1 ആണ് പി ക്യൂവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിലെ ഓരോ പോയിന്റ്സും കൺസിഡർ ചെയ്യണം. ഏതെങ്കിലും ഒരു പോയിന്റ് അങ്ങ് ഫിക്സ് ആക്കുക. നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റ് എത്രയാണ്? 4, 2. ഇത് നമുക്ക് എന്ത് ചെയ്യാം? x1 y1 ആക്കി എടുക്കാം. മറ്റു പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? വേരി ചെയ്ത് അടുത്ത പോയിന്റ് നമ്മളിപ്പോൾ അടുത്ത ഏതാണ്? 7, 5 അല്ലേ. ഈ 7, 5 നമുക്ക് എന്ത് ചെയ്യാം? x2 y2 ആക്കി കൺസിഡർ ചെയ്യാം. സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഇവിടെ എന്ത് വരും സ്ലോപ്പ് എന്ന് പറയുന്നത്? സ്ലോപ്പ് എന്ന് പറയുമ്പോൾ y2 മൈനസ് y1, അതായത് 5 മൈനസ് 2 ഡിവൈഡ് ബൈ 7 മൈനസ് 4, x2 മൈനസ് x1, അതായത് ഇവിടെ 3/3. ആൻസർ എത്രയാണ്? 1 ആണ്. സോ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് പോയിന്റ്സ് ഓൺ ദ ലൈൻ ആയതുകൊണ്ട് നമുക്ക് ഒബ്വിയസ്ലി നമുക്കറിയാം 7, 5 ആണ് ആൻസർ. കാര്യം 2ന്റെയും സ്ലോപ്പ് കിട്ടി. ചിലപ്പോൾ ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കാം, ഇതിൽ ഏതായിരിക്കാം പോയിന്റ് അല്ലാത്തത്. അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ ഒരു നോട്ടും കൂടി വന്നു, ക്വസ്റ്റ്യനിൽ ഒരു നോട്ടും കൂടി ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ മീനിങ്? അതിലല്ലാത്ത സ്ലോപ്പ് പോയിന്റാ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കണം. അപ്പൊ അടുത്ത നമുക്ക് നോക്കാം. അടുത്തതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇവിടെ 4, 2 തന്നെ. അടുത്ത പോയിന്റ് നമുക്ക് മാറ്റി കൊടുക്കാം, 5, 4 ആക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ x2 y2. നമുക്ക് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണ്ടേ. അപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്ത് വരും? 4 മൈനസ് 2 ഡിവൈഡ് ബൈ ഇവിടെ എത്ര വരും? 5 മൈനസ് 4. 4 മൈനസ് 2 എന്ന് പറയുന്നത് 2 ആണ്. 5 മൈനസ് 4 എന്ന് പറയുന്നത് 1 ആണ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 2 വരും. അപ്പൊ അതല്ല ആൻസർ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? 6,5. ഇതാണ് നമ്മുടെ x2 y2. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സ്ലോപ്പ് എങ്ങനെ വരും? y2 മൈനസ് y1, 5 മൈനസ് 2 ഡിവൈഡ് ബൈ x2 മൈനസ് x1, 6 മൈനസ് 4 എന്ന് വരും. 5ൽ നിന്ന് 2 കുറച്ചാൽ 3 ആണ്, 6ൽ നിന്ന് 4 കുറച്ചാൽ 2 ആണ്, 3/2 ആണ് സ്ലോപ്പ് വരുന്നത്. അപ്പൊ അതും അവിടുത്തെ പോയിന്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. എന്താണ്? 7ഉം 8ഉം ആണ്. 7ഉം 8 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4, 2,
7 8 ഇത് നമ്മുടെ x1 y1 ഇത് നമ്മുടെ x2 y2. അങ്ങനെയാണെങ്കിൽ y2 മൈനസ് y1 8 മൈനസ് 2 ഡിവൈഡ് ബൈ 7 മൈനസ് 4 8ൽ നിന്ന് 2 കുറക്കുമ്പോൾ 6 കിട്ടും. 7ൽ നിന്ന് 4 കുറച്ചാൽ 3 ആണ്. 6/3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ആണ്. സ്ലോപ്പോടെ വ്യത്യാസമാണ്. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് ആൻസർ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അതായത് ഈ പറയുന്ന PQ എന്ന ലൈനിൽ ഒരു പോയിന്റ് ആണ് 7,5 എന്നുള്ളത്. അപ്പോൾ ഏത് പോയിന്റ് ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് a power b equal to 125 then what is a power 2b/3 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇതിനെ നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. a പവർ b എന്ന് പറയുന്നത് 125 ആണ് അല്ലേ. ഇവിടെ നമുക്കൊരു 2/3 നമുക്ക് എക്സ്ട്രാ വന്നേക്കും അല്ലേ. നമുക്കതിന് എന്ത് ചെയ്യാം, അതിലേക്ക് എത്തിക്കാനായിട്ട് a പവർ ബിയുടെ എന്ത് ചെയ്യാം, ഹോൾ പവർ 2/3 ചെയ്താൽ മതി. സെയിം തന്നെ നമ്മൾ ഇവിടെയും ചെയ്യുക. 125 ഹോൾ പവർ 2/3 ചെയ്യുക. ഉണ്ടോ? ഇനി നമ്മൾ ഐഡന്റിറ്റി ലോ ഓഫ് എക്സ്പോണൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. എ പവർ എം ദി ഹോൾ പവർ എൻ എന്ന് പറയുന്നത് എ പവർ എം ഇൻറ്റു എൻ ആണ്. അതായത് ഇവിടെ എന്ത് വരും, എ പവർ ബി ഇൻറ്റു 2/3 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എ പവർ 2b/3. കണ്ടോ, സെയിം ആയിട്ട് കിട്ടിയില്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എങ്ങനെ വരും, എ പവർ 2b/3 ഈക്വൽ ടു 125 ഹോൾ പവർ 2/3. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ 125 നമുക്ക് എങ്ങനെ ഇതിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും? നമുക്കറിയാം 5ന്റെ ക്യൂബ് ആണ് 125 എന്ന് പറയുന്നത്. 5ന്റെ സ്ക്വയർ 25, അതിന്റെ അത് ഇൻറ്റു 5 ചെയ്യുമ്പോഴാണ് നമുക്ക് 125 കിട്ടുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ 125 നമുക്ക് 5 ക്യൂബ് എന്ന് എഴുതാം. 5 ക്യൂബ് ദി ഹോൾ പവർ 2/3. ഇവിടെയും സെയിം നമുക്ക് എന്ത് വരും, 3 ഇൻറ്റു 2/3. 3യും 3യും കട്ടായി പോവും. ആൻസർ എന്ന് പറയുന്നത് 5 സ്ക്വയർ, അതായത് 25 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ. അതായത് എ പവർ ബി ആണ് തന്നിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ഒരു ടേമിലേക്ക് എത്തിക്കാനായിട്ട് ജസ്റ്റ് ലോ ഓഫ് എക്സ്പോണൻസ് എന്ന് പറഞ്ഞ എല്ലാ ലോസും ആണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. a plus 1/a the whole square equal to 3 ആണെങ്കിൽ then what is a cube plus 1/a cube? ഇവിടെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയാവുന്ന ഒരു ഐഡന്റിറ്റി ആണ് എന്ത്, a plus b the whole cube. എന്ത് വരും, a cube plus b cube plus 3a square b plus 3ab square. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, a ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab അവിടെ കോമൺ അല്ലേ. 3ab കോമൺ ആയിട്ടുള്ളത് വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3യും പോയി, എയും പോയി, ബിയും പോയി. ബാക്കി ഇവിടെ എന്തുണ്ട്, ഒരു എ ഉണ്ട്. എ സ്ക്വയർ ആയിരുന്നു, സോ ബാക്കി ഇവിടെ ഒരു എ ഉണ്ട്. ഇവിടെ എന്തുണ്ട്, 3യും പോയി, എയും പോയി, ബിയും പോയി. ബാക്കി ഇവിടെ ഒരു ബി ആണുള്ളത്. അപ്പോൾ നമുക്ക് ഐഡന്റിറ്റി നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് അല്ലേ. സോ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറയുന്നത് ഇതിനെല്ലാത്തിനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും, എ പ്ലസ് ബി ദി ഹോൾ ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ പ്ലസ് ബി ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി. ഇവിടെ നമുക്ക് ബി എന്ന് പറയുന്നത് എന്താണ്, 1/a ആണ് തന്നിരിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ a പ്ലസ് 1/a ദി ഹോൾ സ്ക്വയർ ആണ് നമുക്കറിയാവുന്നത് 3 ആണെങ്കിൽ a പ്ലസ് 1/a എന്തായിരിക്കും, സ്ക്വയർ നേരെ ഇപ്പുറം വരുമ്പോൾ റൂട്ട് ആവില്ലേ, അപ്പൊ റൂട്ട് 3 ആയിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് ഐഡന്റിറ്റി കൊടുക്കാം. ഇവിടെ എന്ത് വരും, എ ക്യൂബ് പ്ലസ് ബിയുടെ പ്ലേസിൽ നമുക്ക് എന്തെഴുതാം, 1/a ക്യൂബ് എഴുതാൻ പറ്റും. ഇനി ഇവിടെ എന്താണ്, എ പ്ലസ് ബി, എ പ്ലസ് 1/a ദി ഹോൾ ക്യൂബ് മൈനസ് 3 ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് പറയുന്നത് 1/a ആണ്, ഇൻറ്റു എ പ്ലസ് ബി. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്, എ പ്ലസ് 1/a. ഓക്കെ, ഇനി എന്താണ് നമുക്ക് വേണ്ടത്, എ പ്ലസ് 1/a എന്ന് പറയുന്നത് നമുക്കറിയാം റൂട്ട് 3 ആണ്. അതേ കിടക്കുന്നു എ പ്ലസ് 1/a. അപ്പൊ റൂട്ട് 3 ദി ഹോൾ ക്യൂബ് മൈനസ് ഇവിടെ എയും എയും കട്ടായി പോകും. ഇവിടുത്തെ ആൻസർ 3 വരും. 3 ഇൻറ്റു എ പ്ലസ് 1/a എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ട് 3 അല്ലേ, അതിന്റെ വാല്യൂ റൂട്ട് 3 വരും. ഇനി റൂട്ട് 3യുടെ ക്യൂബ് കണ്ടുപിടിക്കണം. റൂട്ട് 3യുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ട് 3 ക്യൂബ് എന്ന് പറയുന്നത് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ആണ്.
√3 ഇൻറ്റു √3 എന്ന് പറയുമ്പോൾ 3 വരും, ബാക്കി ഒരു √3 എക്സ്ട്രാ വരുന്നുണ്ട്, അപ്പോൾ 3√3 വരും. ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? 3√3 മൈനസ് 3√3 എന്ന് വരും. ആൻസർ എത്രയാണ് വരേണ്ടത്? 0. സോ ഒബ്വിയസ്ലി ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 0 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ബിറ്റ്വീൻ √10 ആൻഡ് √624. √10നും √624നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇൻറ്റിജേഴ്സ് ആണല്ലേ. ഇൻറ്റിജേഴ്സ് ആകുമ്പോൾ നമുക്കറിയാം എന്ത് വരും, ഒന്നെങ്കിൽ പോസിറ്റീവ് നമ്പർ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം നമ്മുടെ √10 നമുക്ക് ഇതിൻ്റെ ഒന്നും വാല്യൂ അറിയില്ല അല്ലേ. √10 എന്തും ആയിക്കോട്ടെ. √9 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 ആണെന്നുള്ളത്. സോ ഒബ്വിയസ്ലി അത് എന്തായിരിക്കും? 3യേക്കാൾ കൂടിയൊരു നമ്പർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഈ √10 എന്ന് പറയുന്നത്. ഇനി √624 നമുക്കറിയില്ല, പക്ഷെ നമുക്ക് എന്തറിയാം? √625 നമുക്കറിയാം എന്താണെന്നുള്ളത്, 25 ആണെന്നുള്ള നമ്പർ നമുക്കറിയാം. സോ ഇവിടെ എന്തായിരിക്കും? ഒരു 24 പോയിന്റ് സംതിങ് ആയിരുന്നു ഇവിടുത്തെ ആൻസർ എന്ന് പറയേണ്ടത്. ഇനി ഇതിന്റെ ഇടയ്ക്കുള്ള എത്ര ഇൻറ്റിജേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയായിരിക്കണം? ഈ 24ൽ നിന്ന് ഈ 3 മൈനസ് ചെയ്താൽ മതി. ആൻസർ എത്രയാണ്? 21 ആണ് ഇതിന്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി 21. അതായത് √10നും √624നും ഇടയ്ക്ക് 21 നമ്പേഴ്സ് അതിന്റെ ഇടയ്ക്ക് ഉണ്ടാകും. ഓക്കെ, the sum of the interior angles of a regular polygon is equal to the sum of the exterior angle. What is the sum of its interior angles എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ റെഗുലർ പോളിഗൺ. റെഗുലർ പോളിഗൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ എക്സ്റ്റീരിയർ ആംഗിൾ. ഇവിടെ നമുക്കുള്ള ഹിന്റ് ആണ് ഈ തന്നിരിക്കുന്നത്, സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ. ഏതൊരു പോളിഗൺ എടുത്താലും അത് 10 സൈഡ് ആയിക്കോട്ടെ, 100 സൈഡ് ആയിക്കോട്ടെ, 200 സൈഡ് ആയിക്കോട്ടെ, എത്ര വലിയ സൈഡുള്ള പോളിഗൺ എടുത്താലും അതിന്റെ എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഓൾവേസ് ഈക്വൽ ടു ഏതാണ്? 360 അല്ലേ. ഏതൊരു എക്സ്റ്റീരിയർ ആംഗിൾ എടുത്താലും അതിന്റെ എന്താണ്? സമ്മ് 360 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇന്റീരിയർ ആംഗിളിന്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ എത്ര തന്നെ ആയിരിക്കണം? 360 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എന്തായിരിക്കും? ഒരു ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. അപ്പൊ എന്താണ്? ഇന്റീരിയർ ആംഗിളിന്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ എത്രയാണ്? 360 ആണ്. ഇവിടെ എന്താണ്? ക്വാഡ്രിലാറ്ററൽ ആണോ അല്ല ചോദിച്ചിരിക്കുന്നത്. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് 360 ആണെന്ന് അറിയാവുന്ന ഒരാൾക്ക് ഇവിടെ ഈസി ആയിട്ട് നമുക്കിവിടെ ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ബി 360 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10% ഓഫ് എക്സ് ഈ സെയിം ആസ് 20% ഓഫ് വൈ, ദെൻ എക്സ് ഈസ് ടു വൈ ആണ് നമുക്ക് വേണ്ടത്. 10% ഓഫ് എക്സ്. അപ്പൊ എക്സിന്റെ 10% എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഈ സെയിം ആസ് വൈയുടെ 20%. ഓക്കെ, 0 0 കട്ടായി, ഇവിടെയും 0 0 കട്ടായി പോയി. ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? x/10 എന്ന് പറയുന്നത് 2y/10 ആണ്. ഓക്കെ അല്ലേ. ഇവിടെ എന്ത് ചെയ്യാം? നേരെ ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയാം അല്ലേ. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. സോ ഇവിടെ എന്ത് വരും? x ഈക്വൽ ടു 2y എന്ന് വന്നു. ഇവിടെ y നേരെ ഇങ്ങോട്ട് വന്നാൽ x/y ഈക്വൽ ടു 2 എന്ന് വരും. സോ ആൻസർ എങ്ങനെ വരും? x ഈസ് ടു y എന്ന് പറയുന്നത് 2:1 ആണ്. ഇവിടെ ഒന്നുമില്ല എന്നുള്ള മീനിങ് എന്താണ്? ഡിവൈഡ് ബൈ 1 ആണ്. സോ x ഈസ് ടു y എന്ന് പറയുന്നത് എന്താണ്? 2:1 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 10% ഓഫ് എക്സ്. ഇപ്പം നമ്മൾ പറയുകയാണ് 50യുടെ 10% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അപ്പം അതേപോലെ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? 10% ഓഫ് എക്സ്, എക്സിന്റെ 10% എന്തിനോട് ഈക്വൽ ആണ്? വൈയുടെ 20%നോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഇക്വേഷനും കൂടി കട്ട് ചെയ്യുക, x/y ആക്കി നമ്മൾ അതിന് ഒന്ന് റീഅറേഞ്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ABC ഈസ് ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ. ABC എന്ന് പറയുന്നത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? AB എന്ന് പറയുന്നത് 6 സെന്റിമീറ്ററും BC എന്ന് പറയുന്നത് 3 സെന്റിമീറ്ററും ആണ്. ABC
ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ മീനിങ്? രണ്ട് സൈഡ് ഈക്വൽ ആവണം. അപ്പൊ നമുക്കറിയാം AB 6 ആണ്, BC 3 ആണ്. നമുക്ക് ഇതിന്റെ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്തൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്? ഒന്നുകിൽ 3 ആകാം, അല്ലെങ്കിൽ 6 ആകാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ആകുള്ളൂ. ഉറപ്പല്ലേ ഇത്? കാര്യം രണ്ട് സൈഡ് എപ്പോഴും ഈക്വൽ ആയിരിക്കണം. ഒന്നെങ്കിൽ ഈ രണ്ട് സൈഡ് ഈക്വൽ ആവണം, എങ്കിൽ അത് എന്താകുള്ളൂ? ഐസോസിലസ് ട്രയാങ്കിൾ ആകുള്ളൂ. അല്ലെങ്കിൽ ഈ രണ്ട് സൈഡ് ഈക്വൽ ആവണം. അങ്ങനെ ആകണമെങ്കിലുള്ള കണ്ടീഷൻ അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. 6 3 9, 9 3 12 നമുക്ക് എന്താണ് പെരിമീറ്റർ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതല്ല ആൻസർ. പിന്നെന്താണ്? ഇവിടെ 6 ആണെങ്കിലോ 6 6 12, 12 3 15 വരാം. ഇത് രണ്ടുമാണ് ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. ഇനി നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നതിൽ എന്താണ്? ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് കൂട്ടുമ്പോൾ മൂന്നാമത്തെ സൈഡിനേക്കാൾ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ഇവിടെ നോക്കിക്കേ, നമ്മൾ ഈ ട്രയാങ്കിൾ ഇങ്ങനെ എടുത്തു. ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണെന്ന് എടുത്തു. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 3 3 കൂടി കൂട്ടുമ്പോൾ 6 കിട്ടി. ഏറ്റവും വലിയ സൈഡിനോട് ഈക്വൽ ആണ്. ഇങ്ങനെ ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇനി ഇങ്ങനെ എടുത്തു നോക്കാം നമുക്ക്. ഇത് 6 ആണ്, ഇത് 6 ആണ്, ഇത് 3 ആണെങ്കിൽ എന്താണ്? ചെറിയ രണ്ട് സൈഡുകൾ ഏതെങ്കിലും രണ്ട് സൈഡ് കൂട്ടി നോക്കുക. 6+3 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. അത് മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലാണ്. അതായത് ത്രികോണത്തിന്റെ ഏത് രണ്ട് വശങ്ങൾ തമ്മിൽ കൂട്ടുമ്പോഴും കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ആ വശങ്ങൾ കൊണ്ടൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? അപ്പൊ ഈ ഒരു കണ്ടീഷനാണ്. നമുക്കത് ഉറപ്പായിട്ടും പറ്റില്ല എന്ന് മനസ്സിലായി. സോ ആൻസർ ചെയ്ത് വരും 6 6 12, 12 3 15. ഓപ്ഷൻ ഡി 15 സെന്റിമീറ്റർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1 minus 2 plus 3 minus 4 plus 5 minus 6 etc. up to 9 minus 100 plus 101 ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എല്ലാത്തിനും ജസ്റ്റ് ഇങ്ങനെ ഒരു പെയർ ചെയ്ത് നോക്കാം. എളുപ്പത്തിനാണേ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വെച്ചൊക്കെ ചെയ്യാം. അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് പെയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്ത് കിട്ടി. 1ൽ നിന്ന് 2 കുറച്ചാൽ 1 ആണ്, സൈൻ എന്താണ്? -1 ആണ്. 3ൽ നിന്ന് 4 കുറച്ചാൽ എന്താണ്? 1 ആണ്, സൈൻ -1 ആണ്. ഇങ്ങനെ പോയി നമുക്ക് എന്ത് കിട്ടി? ലാസ്റ്റ് വരെയും കിട്ടി. അതായത് ഇവിടെ എത്ര പെയർ ഉണ്ടാകും? 1 2 3 അങ്ങനെ 100 വരെയും വരുമ്പോൾ നമുക്കറിയാം 50 പെയർ ഉണ്ടാകും അവിടെ, അല്ലേ? ഇങ്ങനെ നമുക്ക് 100 വരെയുള്ള നമ്പേഴ്സിനെ നമ്മൾ പെയർ ചെയ്യുമ്പോൾ നമുക്ക് 50 പെയർ കിട്ടും. അങ്ങനെയാണെങ്കിൽ 50 ഇൻറ്റു ഇവിടെ നമുക്ക് ഇതിന്റെ വാല്യൂ എത്രയാണ്? -1 പ്ലസ് -1 എന്ന് പറയുന്നത് -2 ആണ്. അതായത് -1 2 പെയർ അല്ലേ? അപ്പൊ 2 കൊണ്ട് ഗുണിച്ചു. ഇനി ഇവിടെ നോക്കിക്കേ, 1 2 3 പെയർ. എന്ത് കിട്ടി? -1 നമ്മൾ എന്ത് ചെയ്തു? 3 കൊണ്ട് ഗുണിക്കുമ്പോൾ -1 പ്ലസ് -1 എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? -3 കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് 50 പെയർ ഉണ്ട്. അപ്പൊ 50 ഇൻറ്റു -1 ആണ് ആൻസർ. ഇതിങ്ങനെയാണ് -1 പ്ലസ് -1 പ്ലസ് -1 ഇങ്ങനെ കൂട്ടി 50 തവണ എഴുതി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -50 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി ഇവിടം വരെയുള്ള ആൻസർ എന്താന്ന് കിട്ടി? -50 ആണെന്ന് കിട്ടി. അതിനോട് നമുക്ക് എന്ത് കൂട്ടിയാൽ മതി? ഒരു 101 കൂട്ടിയാൽ പോരെ? അപ്പൊ എന്ത് കിട്ടി? 101 - 50. അതായത് ആൻസർ എന്ന് പറയുന്നത് 51 ആണ്. ഓക്കെ, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ. സോ ആൻസർ എന്തായിരിക്കും? +51 ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് കിടപ്പുണ്ട്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ +51 ആണ്. നെക്സ്റ്റ് നോക്കാം. A and B are two consecutive positive integers. A² - B² = 2025. Then what is A plus B? A² - B² എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയാവുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. A plus B into A minus B. ഇവിടെ A² - B² എന്ന് പറയുന്നത് 2025 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് A plus B ആണ്. A plus B into A minus B നമുക്കറിയില്ല. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് നമ്പേഴ്സ് ആണ്. അപ്പൊ അടുത്തടുത്ത് കിടക്കുന്ന നമ്പർ 1ഉം 2ഉം ഇവയുടെ വ്യത്യാസം എന്തായിരിക്കും? എപ്പോഴും 1 ആയിരിക്കും. 2ഉം 3ഉം എടുത്തു, വ്യത്യാസം എന്തായിരിക്കും? 1 ആണ്. 100ഉം 101 ആണ് നമ്പർ എടുക്കുന്നതെന്ന് വെക്കുക, വ്യത്യാസം എത്രയാണ്? 1 ആണ്.
അപ്പൊ എ മൈനസ് ബി എന്ന് പറയുന്ന ആൻസർ എത്രയായിരിക്കും? 1 ആയിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻഡിജേഴ്സ്, ചിലപ്പോൾ ചോദിക്കാം കൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്, കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ 2 വരും. നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി. സോ എ പ്ലസ് ബി എന്ന് പറയുന്നത് എത്രയാണ് ആൻസർ? 2025 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹാവിംഗ് 5 Mondays ഇൻ ഡിസംബർ ഇൻ എൻ ഇയർ? അപ്പൊ ഒരു വർഷത്തില് നമുക്ക് എന്താണ് വേണ്ടത്? 5 തിങ്കളാഴ്ചകൾ വേണം. 5 Mondays വേണമെങ്കിൽ അതിന്റെ ചാൻസ് ആണ്, പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഡിസംബർ എന്ന് പറയുന്ന മാസത്തിൽ 31 ദിവസമുണ്ട്. ഓക്കെ, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എത്രയാണ്? 7 4s are 28 അല്ലെ? ഈ 28 ഡേയ്സിൽ നമുക്കറിയാം 4 പെയർ വരും. ഓക്കെ, അതായത് 31 ഡിവൈഡ് ബൈ 7 ചെയ്ത് നോക്കിയാൽ മതി, 28. ഇവിടെ ആൻസർ റിമൈൻഡർ ആയിട്ട് 3 വരും. ഓക്കെ, അതായത് ഇതിന് നമുക്കറിയാം ഒരാഴ്ചയിൽ 7 ദിവസമാണുള്ളത്. അങ്ങനെ 4 കംപ്ലീറ്റ് വീക്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അതായത് എങ്ങനെ, ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു കലണ്ടർ മുന്നിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എങ്ങനെ ചെയ്താലും നമുക്ക് 7 എണ്ണത്തിന്റെ വീതമുള്ള 4 കംപ്ലീറ്റ് പെയർ കിട്ടും. ബാക്കി വരുന്ന 3 ദിവസങ്ങളിൽ എന്തൊക്കെ വരാം? ഒന്നുകിൽ അത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ആകാം, അല്ലെങ്കിൽ എന്താകാം? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആകാം, അല്ലെങ്കിൽ എന്ത് വരാം? അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് അവിടെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? അവിടെ എങ്ങനെയാണ് ബാക്കിയുള്ള 3 ദിവസങ്ങളിൽ ഉണ്ടോ? ബാക്കിയുള്ളത് എത്രയാണ്? 3 ദിവസങ്ങളുണ്ട്. അതിൽ ടോട്ടൽ എത്രയാണ് നമുക്ക് പെയർ ചെയ്യേണ്ടത്? 7 ചാൻസ് ഉണ്ട് നമുക്ക് അവിടെ. അതിൽ എന്ത് വരും? 3/7 ആയിരിക്കും നമ്മുടെ മൺഡേ കിട്ടാനുള്ള പ്രോബബിലിറ്റി. മൺഡേ ആയിക്കോട്ടെ, സൺഡേ ആയിക്കോട്ടെ, ട്യൂസ്ഡേ ആയിക്കോട്ടെ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ഇതിൽ ഏത് ചോദിച്ചാലും അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/7 ആയിരിക്കും. അതായത് ഏത് മാസമാണ്, ഇപ്പൊ 30 ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ, 30 മാസമുള്ളൊരു മാസമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ, ഇപ്പൊ സപ്പോസ് നവംബർ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ റിമൈൻഡർ 2 വന്നേനെ. അതിൽ 5 മൺഡേ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ 2/7 ആയിരിക്കും. ഇവിടെ നമുക്ക് അതായത് 31 മാസമുള്ള ഏത് ചോദിച്ചാലും അതിൽ 5 മൺഡേസ് അല്ലെങ്കിൽ 5 സൺഡേസ് അല്ലെങ്കിൽ 5 ട്യൂസ്ഡേസ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/7 ആയിരിക്കും. ഈ 7 എണ്ണത്തിൽ നമുക്ക് ഏത് 3 വട്ടം നമുക്ക് എന്ത് വരാം? മൺഡേ വരാനുള്ള ചാൻസ് നമുക്ക് അതെങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് കയറി വരാനായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അത് ശരിക്കും നമ്മൾ എഴുതുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇങ്ങനെയാ വരുന്നത്: സൺഡേ, മൺഡേ, ട്യൂസ്ഡേ. അടുത്ത് എങ്ങനെയായിരിക്കും വരേണ്ടത്? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ വരും. നെക്സ്റ്റ് വരേണ്ടത് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ വരും. നെക്സ്റ്റ് ആണെങ്കിൽ വെനസ്ഡേ, അടുത്ത എന്ത് വരും? വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ വരും. അടുത്തത് എങ്ങനെ വരാം? ഫ്രൈഡേ കഴിഞ്ഞ് ഇവിടെ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ വരും. ഇനി നെക്സ്റ്റ് എന്ത് വരും? ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ വരും. നെക്സ്റ്റ് വരേണ്ടത് സൺഡേ, അങ്ങനെ വരും. അങ്ങനെ നമുക്ക് 3 ചാൻസ് ആണ് നമുക്ക് അതിൽ മൺഡേ. അത് കറക്റ്റ് നിങ്ങൾ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും. 3 ചാൻസ് ആണ്. മൊത്തം 7 ചാൻസിൽ 3 ചാൻസ് ആണ് നമുക്ക് മൺഡേ വരാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാൻ എഴുതി കാണിച്ചു തരാം എങ്ങനെയാണ്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ വരാം. നെക്സ്റ്റ് വരാൻ ചാൻസ് ഉള്ളത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ വരാം. നെക്സ്റ്റ് വരാൻ ചാൻസ് ഉള്ളത് ട്യൂസ്ഡേ. അടുത്ത ഏതാണ്? ട്യൂസ്ഡേ കഴിഞ്ഞാൽ വെനസ്ഡേ. പിന്നെ എന്ത് വരാം? വെനസ്ഡേ, തേഴ്സ്ഡേ വരാം. നെക്സ്റ്റ് വരേണ്ടത് വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ വരാം. നെക്സ്റ്റ് വരാൻ ചാൻസ് ഉള്ളത് തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ വരാം. നെക്സ്റ്റ് ഫ്രൈഡേ, സാറ്റർഡേ. അടുത്ത ഏതാണ്? സൺഡേ വരാം. നെക്സ്റ്റ് എന്താണ്? 1 2 3 4 5 6 എണ്ണമായി. ഇനി എന്ത് വരാം? സാറ്റർഡേ, സൺഡേ, മൺഡേ വരാം. കണ്ടോ? ഇതില് 1 2 3 തിങ്കളാഴ്ചകൾ വരാം. ടോട്ടൽ ചാൻസ് എന്ന് പറയുന്ന 7 ആണ്. അതിൽ 3 തിങ്കളാഴ്ചകൾ നമുക്ക് കയറി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/7 ആണ്. ഇങ്ങനെ ഏതെങ്കിലും ഒന്നായിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെ പ്രോബബിലിറ്റി നോക്കുമ്പോൾ അത് 3/7 ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഹാഫ് ഓഫ് 4/40? 4/40യുടെ ഹാഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. 4/40യുടെ ഹാഫ്.
ഇവിടെ നമുക്കറിയാം ലോ ഓഫ് എക്സ്പോണൻസ് വെച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ബേസ് സെയിം ആയിരിക്കണം. ബേസ് സെയിം ആവണമെങ്കിൽ നമുക്ക് 4നെ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും, 2 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. 2 സ്ക്വയർ ദി ഹോൾ പവർ 40 ഡിവൈഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ ആൻസർ എങ്ങനെ വരും, 2 പവർ 80 ഡിവൈഡഡ് ബൈ 2 അല്ലേ. 2 ഇൻറ്റു 40 എന്ന് പറയുന്നത് 80 ആണ്. ഇവിടെ നമുക്ക് ആൻസർ എങ്ങനെ വരും, ഇവിടെ 1 ആണ്. അപ്പൊ നമുക്കറിയാം എ പവർ എം ഡിവൈഡഡ് ബൈ എ പവർ എൻ എന്ന് പറയുന്നത് എ പവർ എം മൈനസ് എൻ ആണ്. സോ ഇവിടെ ആൻസർ എങ്ങനെ വരും, 2 പവർ 80 മൈനസ് 1, അതായത് 2 പവർ 79 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരാനുള്ളത്. Which of the following is not the ratio of the side of a right angle triangle? Right angle triangle ആവണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അത് പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് ആയിരിക്കണം അല്ലേ. അതായത് രണ്ട് സൈഡുകളുടെ സ്ക്വയർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, മൂന്നാമത്തെ സൈഡിന്റെ സ്ക്വയർ കിട്ടണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ആദ്യത്തെ നോക്കാം. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, 2 സ്ക്വയർ അല്ല, 1 പ്ലസ് 2 വരും അല്ലേ. അതായത് ഇവിടെ √2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. സോ ഇവിടെ ആൻസർ എന്താണ്, ഇതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. അത് നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് നോക്കാം. 1 പ്ലസ് √3 എന്ന് പറയുന്ന വാല്യൂ ഏകദേശം 1.73 ആണ്. അപ്പൊ ഇവിടെ എന്താണ്, ചെറിയ രണ്ട് വശങ്ങളാണ് ഇത് രണ്ടും. നോക്കാം. 1 സ്ക്വയർ പ്ലസ് √3 സ്ക്വയർ, അതായത് 1 പ്ലസ് 3, ആൻസർ എന്ത് വന്നു, 4 വന്നു. മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് 2 സ്ക്വയർ, ആൻസർ എത്ര വന്നു, 4 ആണ്. കണ്ടോ, അപ്പൊ ഇതെന്താണ്, രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടി. ഇതും നമുക്ക് എന്താണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ്സ് ആയിട്ട് വരാം. അത് ഒരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. നെക്സ്റ്റ് നോക്കാം. 3ഉം 4ഉം അല്ലെ. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് പറയുന്നത് 9 പ്ലസ് 16 25 ആണ്. മൂന്നാമത്തെ വശം 5ന്റെ സ്ക്വയർ, അത് എത്ര വരും, 25 വരും. അപ്പൊ ഇതും എന്താണ്, ഒരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. രണ്ടാമത്തെ നോക്കാം. 5 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ, 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25, 9ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 81, കൂട്ടുമ്പോൾ നമുക്ക് 106 വരും. മൂന്നാമത്തെ സൈഡ് 12ന്റെ സ്ക്വയർ ആണ്, 144. കണ്ടോ, ഇതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് അല്ല. പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആവണമെങ്കിൽ ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകളുടെ തുക എന്ന് പറയുന്നത് മൂന്നാമത്തെ വശത്തിന്റെ സ്ക്വയറിന് തുല്യമായിരിക്കണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഏകദേശം 15ഓളം ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. ഇനി നമുക്കറിയാം 80 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. താങ്ക് യു.